ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ ഒത്തിരി ആശങ്കയും മനസ്സ് ഒത്തിരി കലുഷിതവുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ കാത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന രാത്രിയാണിത്. ഈ രാത്രിയിൽ നിങ്ങളെ ഇന്ന് വിഷമിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങളുടെ തളർച്ചകളും വേദനകളും ഭയവും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ എല്ലാം കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളുടെ അവസ്ഥ ഒത്തിരി മോശപ്പെട്ടതാണ്, എല്ലാ രീതിയിലും നിങ്ങൾ തകർന്നു പോയിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാവശ്യം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. എന്തെന്നാൽ അവിടുന്നാണ് എല്ലാം പുനഃസ്ഥാപിക്കുന്ന ദൈവം. തകർന്നതിനെ ഉയർത്തും, കലുഷിതമായതിനെ ശാന്തമാക്കും. എല്ലാം കർത്താവിൽ നിക്ഷിപ്തമാണ്. നിങ്ങൾക്കാവശ്യമായ സന്തോഷം, സമാധാനം എല്ലാം ഇന്ന് കർത്താവിൽ ഉണ്ട്. അതിനാൽ തന്നെ നമ്മെ അലട്ടുന്ന ഓരോ വിഷമങ്ങളും ഭാരങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് തളർന്നവരെ ഉയർത്തുന്നു, തകർന്നവരെ ഉയർച്ച നൽകി അനുഗ്രഹിക്കുന്നു, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം നിനക്കും എനിക്കും വേണ്ടിയാണ് കർത്താവ് ചെയ്യുന്നത്. അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ഭയം കർത്താവിൽ ദൂരീകരിക്കപ്പെടാൻ പോകുന്നു. നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ ആവലാതിപ്പെടുത്തുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവ് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അവിടുന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു. അവിടുന്ന് നിനക്ക് സമാധാനമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളോട് കൂടെയായിരുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ജീവിതഭാരങ്ങളാൽ ഈ ദിവസം തളർന്നിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ വിഷമങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളും വേദനകളും ഭയങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നലുകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇതുവരെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യാൻ ശ്രമിച്ചത്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് പരാജയം വന്നിരിക്കുന്നു. എന്നാൽ ഈ രാത്രിയിൽ നീ ഞങ്ങളെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ സഹായിക്കാം. കർത്താവേ, നിന്റെ സഹായം ഒന്നു മാത്രമാണ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ശക്തിയുള്ള കർത്താവേ, നിന്റെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ ശരീരങ്ങളും മനസ്സും ഹൃദയവും എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീർ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ആകാംക്ഷ, തകർച്ച, പരാജയങ്ങൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് തരുന്നു. കർത്താവേ,
ഞങ്ങളുടെ നുകങ്ങൾ എടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ വിനയത്തിലും സ്നേഹത്തിലും ഞങ്ങൾ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, എൻ്റെ മനസ്സ് കലുഷിതമാകുമ്പോൾ നിന്റെ സമാധാനം ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. കർത്താവേ, നീ സമാധാനവും വിനയവുമുള്ള ദൈവമാണ്. ദൈവമേ, നിന്നിൽ വിശ്രമമുണ്ട്. നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു, നിന്നിൽ ഞങ്ങൾ വിശ്രമിക്കുന്നു. അങ്ങയുടെ സമാധാനം നദി പോലെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ നീ എടുത്ത് ഞങ്ങൾക്ക് താങ്ങാവുന്നവ മാത്രം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നു, കർത്താവ് അത്രമാത്രം വിശ്വസ്തനാണ്. നിനക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ കഷ്ടതകൾ, പരീക്ഷണങ്ങൾ, വെല്ലുവിളികൾ നിനക്ക് തരികയില്ല. കർത്താവേ, അതിനാൽ തന്നെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു, നീ ഞങ്ങളെ ഇത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു കർത്താവാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ ബലഹീനതകളെ നീ അറിയുന്നു, ഞങ്ങളുടെ കഴിവുകളെ നിനക്ക് ബോധ്യമാണ്. അതിനാൽ തന്നെ നീ ഞങ്ങൾക്കിപ്പോൾ നൽകിയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതാണ് എന്ന് അങ്ങ് മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങൾക്കത് താങ്ങാൻ ശക്തിയുണ്ട്. എന്നാൽ നിന്റെ കരം ഞങ്ങൾക്ക് ബലം തരണം. നിന്റെ കരം ഞങ്ങളെ കൂടുതലായി ശക്തിപ്പെടുത്തണം. ഞങ്ങൾ തളർന്നു പോകുമ്പോൾ നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഓരോ മേഖലയിലും ചെറിയ ചെറിയ രീതിയിലാണ് ഭയം വന്നുകൂടുന്നത്. അതിനാൽ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഭയപ്പെടുത്തുന്ന വ്യക്തികൾ, എപ്പോഴും ഭയം മാത്രം കുത്തി നിറയ്ക്കുന്ന സംസാരങ്ങൾ ഉള്ള വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റണമേ. കർത്താവെ, ഭയപ്പെടുത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഭയപ്പെടുത്തുന്ന സംഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ഭയം നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ശിഷ്യന്മാർ കാറ്റും കടല് ഇളകി മറിഞ്ഞപ്പോൾ അതുവരെ കടലുമായി ഒത്തിരി പരിചയമുള്ള ശിഷ്യന്മാർ ആ കൊടുങ്കാറ്റ് കണ്ട്, അലറിയടിക്കുന്ന തിരമാലകൾ കണ്ട്, അന്ധകാരം കണ്ട് ഭയപ്പെട്ട് നിലവിളിച്ചു. അപ്പോൾ നീ ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. അപ്പോൾ കടൽ പൂർണ്ണമായും ശാന്തമായി. അതേപോലെ കർത്താവേ, ഇന്ന് മനസ്സ് കലുഷിതമായിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് നിന്റെ സമാധാനം നിറച്ച് എല്ലാ ഭാരവും പ്രയാസങ്ങളും നിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നീ മാത്രമേ അറിയുന്നുള്ളൂ. ഞങ്ങളുടെ ഭയത്തിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങളെ വിടുവിച്ച് നിന്നിലുള്ള വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ അടിയുറച്ചതാക്കി മാറ്റണമേ. ഞങ്ങളുടെ ക്ഷീണവും തളർച്ചയും എടുത്തു മാറ്റി പുതിയ പ്രത്യാശ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദുഃഖം ഈ രാത്രിയിൽ നീ ആനന്ദമായി മാറ്റണമേ. നിന്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്രമിക്കാനുള്ള അങ്ങയുടെ ക്ഷണം ഞങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ സമാധാനവും ശക്തിയുമാണ്. ദൈവമേ, നീ ഞങ്ങളുടെ കൂടെയുള്ള കർത്താവാണ്. ഇന്ന് നിന്റെ സ്നേഹത്തിൽ വിശ്രമിക്കാൻ, ഈ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിന്റെ സ്നേഹത്തിലായിരിക്കുവാൻ, നിന്നോടൊപ്പമായിരിക്കുവാൻ, അങ്ങനെ ഞങ്ങൾ നിന്റെ കണ്ണിൽ അർത്ഥമുള്ള ജീവിതം ജീവിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഓരോ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും വീണ്ടും ഞങ്ങളെ മോചിപ്പിക്കണമേ. മനസ്സിൻ്റെ എല്ലാ സംഘർഷങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ അടിക്കടിയുള്ള പരാജയം കാരണം ഇനി ഇത് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന ഒരു ഉൾബോധ്യം എടുത്തു മാറ്റി കർത്താവിന് എല്ലാം സാധിക്കും
എന്ന ഉറപ്പുള്ള വിശ്വാസം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിക്ഷേപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ ആഹ്വാനം സ്വീകരിച്ച് ഞങ്ങൾ നിന്റെ അടുത്തു വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, എല്ലാവിധ ദുഷ്ട ഭയങ്ങൾ ജനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, സംഭവങ്ങളിൽ നിന്നും, ദുഷ്ടാത്മാക്കളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ പൂർണ്ണമായി രക്ഷിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ ചെറുതായി ചെറുതായി കൂടി വന്ന ആ ഭയത്തെ യേശു നാമത്തിൽ ഞാനിപ്പോൾ ബഹിഷ്കരിക്കുന്നു, ഖണ്ഡിക്കുന്നു. കർത്താവേ, സകല ഭയങ്ങളും എടുത്തു മാറ്റി കർത്താവിനോട് ഒന്നാകാനുള്ള ആത്മവിശ്വാസം നൽകി, ദൈവശക്തിയിൽ എപ്പോഴും ആശ്രയിക്കുന്നതിനുള്ള ധൈര്യം നൽകി, ദൈവസ്നേഹത്തിൽ എപ്പോഴും നിലകൊള്ളുന്നതിനുള്ള കൃപ നൽകി കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നാളത്തെ ദിവസം എങ്ങനെയാണ്, എന്താണ് എന്ന് ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. ഒന്നും ഞങ്ങളുടെ കയ്യിലല്ല. എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ. അതിനായി നിന്റെ തീരുമാനങ്ങൾ ഞങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഉറങ്ങുമ്പോൾ സകല ഭയങ്ങളിൽ നിന്നും പൂർണ്ണ മോചനം നൽകി ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ് എന്ന ബോധ്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എഴുതി ചേർക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള കർത്താവായ യേശുവേ, നിന്റെ ശക്തിയാൽ ഈ ലോകത്തിലുള്ള സകല ശക്തിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അതിനാൽ തന്നെ ഭയം ലവലേശമില്ലാതെ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശാന്തമാക്കണമേ. നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നീ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സമയം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ സമാധാനം നിറച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ കർത്താവ് ഇടപെടുന്ന സമയമാണ് ഇപ്പോൾ. നീ ഇപ്പോൾ വിഷമിക്കുന്ന കാര്യത്തിൽ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ ശാന്തമാകുക. ഒന്നും എൻ്റെ ശക്തിക്കപ്പുറമല്ല. അതിനാൽ തന്നെ നീ വിശ്വസിക്കുക. നീ എന്നിൽ ആശ്രയിക്കുമ്പോൾ ഇനി നീ ലജ്ജിക്കാൻ ഇടവരുത്തില്ല. എന്തെന്നാൽ നീ തളരുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തി ഉയർത്തി നിർത്തുന്നത് എൻ്റെ ശക്തമായ കരമാണ്, കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ നീ ഭാരപ്പെടേണ്ട, നിന്റെ ഹൃദയം അസ്വസ്ഥപ്പെടേണ്ട. ഈ രാത്രിയിൽ നിനക്കാവശ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. അതിനാൽ എല്ലാ ഭയവും ഭാരങ്ങളും കർത്താവിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹവും സമാധാനവും രുചിച്ചറിഞ്ഞ് അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ നമുക്ക് കിടന്നുറങ്ങാം. കർത്താവെ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ, വീടിനെ, കോമ്പൗണ്ടിനെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വസ്തുവകകളെ, ഞങ്ങൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ സാധന സാമഗ്രികളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൂരെയായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് യാത്ര പോയിരിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ സമയം യാത്രയിലായിരിക്കുന്ന, ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വാഹനാപകടങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ഇടപെടലിൽ നിന്നും ദുഷ്ടന്മാരുടെയും കൊലപാതകികളുടെയും കള്ളന്മാരുടെയും കരങ്ങളിൽ നിന്ന് കർത്താവേ, നിന്റെ മക്കളെ നീ രക്ഷിക്കണമേ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും
വിപത്തുകളിൽ നിന്നും നീ നിന്റെ മക്കളെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയെയും കർത്താവെ ഈ സമയം നീ തൊടണമേ. അവർക്കാവശ്യമായ സൗഖ്യം നീ നൽകണമേ. രോഗികളായ ഒത്തിരി പേർ ദൈവമേ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എല്ലാം തകർന്നുപോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ചില രോഗികൾ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. ഈ രാത്രിയിൽ നിന്റെ സൗഖ്യദായകമായ കരം അവരെ സ്പർശിക്കണമേ. അവരുടെ രോഗപീഠകൾ അനുഭവിക്കുന്ന ആ അവയവങ്ങളിലേക്ക് നീ കരം തൊടണമേ. കർത്താവെ, ക്യാൻസർ ബാധിച്ച ഒരു മകൾ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ബയോപ്സിയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് റിപ്പോർട്ട് വന്ന് ആ മകൾ ഒത്തിരി നിരാശയിലാണ്. ഈ രാത്രിയിൽ നിനക്കവളെ സുഖപ്പെടുത്താൻ സാധിക്കും. കർത്താവെ, ആ മകളുടെ മേൽ നീ കരം വെക്കണമേ. തല മുതൽ പാദം വരെ ഓരോ രോഗികളുടെ മേലും നീ കരം വെച്ച് ഈ സമയം പരിപൂർണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യദായകമായ കരം ഈ സമയം നിങ്ങളെ സ്പർശിക്കുന്നു. രോഗപീഡിതമായ ആ അവയവങ്ങളിന്മേൽ കർത്താവ് തൻ്റെ സൗഖ്യത്തിൻ്റെ കരം തൊടുന്നു. നിങ്ങൾ സൗഖ്യമുള്ളവരാകുക. മകനെ, മകളെ, നീ സൗഖ്യമുള്ളവനാകുക, നീ സൗഖ്യമുള്ളവളാകുക. ഞാനാണ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്. അതിനാൽ ഈ രാത്രിയിൽ നീ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ സൗഖ്യം നീ അനുഭവിച്ച്, സുഖമായ നിദ്ര നീ അനുഭവിച്ച് ഈ രാത്രിയിൽ സന്തോഷത്തോടെ ഉറങ്ങാൻ കർത്താവ് നിനക്ക് കൃപ തരട്ടെ. അതിരാവിലെ എഴുന്നേറ്റ് ദൈവകൃപകൾ, പുതിയ അനുഗ്രഹം, കർത്താവ് വെച്ചിരിക്കുന്ന പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ നന്മകൾ ഓരോ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ കർത്താവ് നമുക്ക് നൽകുന്നു. അത് സ്വീകരിക്കുവാൻ അതിരാവിലെ കർത്താവ് നമ്മെ ഉണർത്താൻ ആയുസ്സും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ നമ്മുടെ ഓരോ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് ഈ രാത്രിയിൽ തന്നെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ സമയം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ സമാധാനവും സന്തോഷവും നിറച്ചുകൊണ്ടിരിക്കുന്നു. നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. അവിടുത്തെ ശക്തമായ കരം നിന്നെ വഴി നടത്തും. നീ എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് കർത്താവിന് സമർപ്പിക്കുക. ഏതെങ്കിലും വ്യക്തിയെയാണോ, സമൂഹത്തെയാണോ, ഏതെങ്കിലും സംഭവങ്ങളെയാണോ, എന്തിനെയെങ്കിലും ഓർത്താണോ, ഏതെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ, എന്താണ് നിന്റെ ഭയം? ആ ഭയത്തെ ഓർത്ത്, ആ സാഹചര്യത്തെ ഓർത്ത്, ആ സംഭവങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന് നീ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായും ആ ഭയത്തെ കീഴടക്കാൻ കർത്താവ് ഈ രാത്രിയിൽ തന്നെ നിനക്ക് ശക്തി നൽകും. ശക്തനായ ദൈവമാണ് ഇത് നിന്നോട് കൽപ്പിക്കുന്നത്. മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ഞാനാണ് നിന്റെ ശക്തി. ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. നീ ഭയപ്പെടേണ്ട. കർത്താവെ, ഈ രാത്രിയിൽ ഈ മക്കളുടെ മേൽ നീ കരം വെച്ച് അവർക്ക് സൗഖ്യവും സമാധാനവും നൽകി, സുഖമായ ഉറക്കം നൽകി, ശാന്തമായ ഉറക്കം നൽകി ഈ മക്കളെ എല്ലാ ആകുലതകളിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും, ഭയത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഇവരുടെ ആരോഗ്യത്തെ നീ വീണ്ടെടുക്കണമേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം നൽകി, എല്ലാ മേഖലകളിലും അനുഗ്രഹം നൽകി, സൗഖ്യം നൽകി ഈ മക്കളെ പൂർണ്ണമായി നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും നീ സ്വീകരിച്ച് ഏറ്റെടുത്തത് സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് ദൈവമേ, അങ്ങയ്ക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപ് കർത്താവെ, ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയോടും ക്ഷമിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെവിടൊക്കെ ആണെങ്കിലും ഇന്ന് നിന്റെ കരം അവരെ തൊടണമേ. വിദേശത്തായിരിക്കുന്നവർക്ക്, നാട്ടിലായിരിക്കുന്നവർക്ക് എല്ലാം നിന്റെ ഇടപെടലുണ്ടായി അവരാഗ്രഹിക്കുന്ന അവരുടെ വിഷയങ്ങളിൽ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകാൻ നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും ഭാരവും തളർച്ചയും ക്ഷീണവും എടുത്തു മാറ്റി ഒരു പുതിയ ജീവിതം നൽകാൻ, ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഒരു പുതിയ തുടക്കം, നാളത്തെ ദിവസം ഒരു പുതിയ നന്മ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ സൗഖ്യം കർത്താവ് നൽകും. അതിനായി, അത് സ്വീകരിക്കാനായി ആയുസ്സും ആരോഗ്യവും നൽകി പുതിയ ശക്തി കർത്താവ് നിങ്ങളിലേക്ക് ഒഴുക്കി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാം നവീകരിക്കുന്ന ദൈവമാണ്. അതിനാൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഒത്തിരി പ്രതീക്ഷയുണ്ട്, വലിയ പദ്ധതിയുണ്ട്. അത് എത്രയും വേഗം നിന്നിൽ നടപ്പാക്കുന്നതിനു വേണ്ടി കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അതിനാൽ തന്നെ സകല ഭയങ്ങളും മാറ്റി കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുക. കർത്താവ് എല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തരും. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.